ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നസന്നജ്. ഞാൻ FIUGP ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലറ്റാണ്. നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പം അതിൻ്റെ ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. സവാള നമ്മൾ 1.5 സവാളാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 4 പീസ് ചിക്കൻ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയുമായി വേവിച്ച് ആറിയതിനു ശേഷം മിക്സിയിൽ അടിച്ചു വെച്ചേക്കുകയാണ്. 2 കിഴങ്ങ് ഉപ്പുമായി വേവിച്ച് ഉടച്ചു വെച്ചേക്കുകയാണ്. ബ്രെഡ് പൊടിച്ചത്, ഒരു മുട്ട. അപ്പോൾ നമുക്ക് മിക്സ് തയ്യാറാക്കാം. ആദ്യം ഗ്യാസ് കത്തിക്കുക. ഫ്രൈ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പത്ത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. നമ്മൾ കുറച്ച് കറിവേപ്പിലയും സ്വല്പം മല്ലിയിലയും കൂടി ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആടുന്നതിന് വേണ്ടിയായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പൊടികളിടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ആക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. നേരത്തെ കുറച്ച് മല്ലിയില ഇട്ടായിരുന്നു. കുറച്ചും കൂടി മല്ലിയില നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യുക. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ സെറ്റാക്കാം. നമ്മൾ ഈ ചെയ്ത മിക്സ് കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോൾ നമ്മൾ കയ്യിലിങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പിന് കിട്ടും. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ബോളാക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് എല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെല്ലാം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കണം. പിന്നെ ഓരോന്നും കോട്ട് ചെയ്തെടുക്കണം. എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കണം. അപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും പൊടിയാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ നമ്മൾ കട്ട്ലറ്റ് തിരിച്ചിടുകയാണ്. ഓരോന്നായി പതുക്കെ പൊടിയാതെ തിരിച്ചിടണം. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിടുക. ഇത് അപ്പുറത്തെ സൈഡും കൂടി സെറ്റായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മളെല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സോസും കൂട്ടി ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.